അരിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന വാർത്ത ഇടുക്കിയിൽ നിന്ന് വരികയാണ്. റിപ്പോർട്ടിനെതിരായ പ്രമേയം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പാസാക്കി. ജനജീവിതത്തെ ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ പഞ്ചായത്ത് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ആ റിപ്പോർട്ടിലേക്ക്. ജീപ്പ് സവാരികൾക്കും രാത്രി യാത്രകൾക്കുമടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിൽ ശുപാർശ ചെയ്തുകൊണ്ടുള്ള അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം പഞ്ചായത്തുകളിൽ ഉയർന്നു വരുന്നത്. ഇതിന്റെ ഭാഗമായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. ഒപ്പം അടിയന്തര സർവകക്ഷി യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനും നിയമ പോരാട്ടം തുടരുവാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. അതിനെതിരെ ഇന്ന് അടിയന്തരമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസ്സാക്കുകയും ഇന്ന് 3 മണിയായപ്പോൾ പൊതുയോഗം വിളിച്ചുകൂട്ടി, എല്ലാ ജനങ്ങളെയും പൊതുയോഗം വിളിച്ചുകൂട്ടി നാളെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. വിദഗ്ധ സമിതി തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് ഏകപക്ഷീയമായിട്ടാണ്. ജനങ്ങളെ നേരിൽ കാണുകയോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ചിന്നക്കനാൽ പഞ്ചായത്ത് വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഏകപക്ഷീയമായ റിപ്പോർട്ടെന്നുമാണ് ഉയരുന്ന ആരോപണം. ഭൂവിഷയങ്ങളും നിർമ്മാണ നിരോധനമടക്കമുള്ള കടുത്ത നിയന്ത്രണങ്ങളും നിലനിൽക്കുന്ന നാട്ടിൽ അരിക്കൊമ്പൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി നടപ്പിലാക്കിയാൽ ഇവിടെ നിന്നും കുടിയൊഴിയേണ്ടി വരുമോ എന്ന വലിയ ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങുവാനാണ് ചിന്നക്കനാലുകാരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.